ടീമേ എല്ലാവരോടും സോറി പറഞ്ഞിട്ടാണ് ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നോർത്തേൺ യൂറോപ്പിൻ്റെ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല, കാരണം ജോലി തിരക്കും ഇവിടെ പരിപാടികളൊക്കെ കൂടുതലായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. അപ്പം നമ്മൾ ഇന്നുള്ളത് ഗഡൻസ്കിലെ സെൻറ്റ് മേരി സ്ട്രീറ്റിലാണ്. ലൈഫിൽ വൺസ് എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആംബർ എന്ന് കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജൈവരത്നം. ഇത് ഏകദേശം 40 മുതൽ 60 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള രത്നങ്ങളാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ബാൾട്ടിക് സീ ആണ്. അത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സെൻറ്റ് മേരി സ്ട്രീറ്റിലാണ്. ഈ ജൈവ രത്നക്കല്ലുകൾ ആഭരണങ്ങളിലും അലങ്കാര വസ്തുക്കളിലും പതിപ്പിച്ച് വിൽക്കുന്ന ആൾക്കാരാണ് ഈ സ്ട്രീറ്റിൽ മുഴുവനും 2 വശത്തായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇത്ര പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആയതുകൊണ്ടും അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി പകർത്തിയെടുക്കാനായിട്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ അവിടെ വന്നിരുന്നിട്ട് പെയിൻറ് ചെയ്യുകയും അതിൻ്റെ ഫീച്ചേഴ്സ് വരച്ചെടുക്കുകയും എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. കാരണം ഒരു വേറൊരു എക്സ്പീരിയൻസ്. ഒരു സ്ട്രീറ്റിലോട്ട് നമ്മൾ നടന്ന് കയറുന്നു, 2 സൈഡിലും ഈ ജൈവരത്നങ്ങൾ വിൽക്കുന്ന ആൾക്കാർ അവർ കസ്റ്റമേഴ്സിനെ പിടിക്കണ്. ഒരു സൈഡിൽ ഈ കുട്ടികൾ നമ്മൾ നടക്കണതിന് നമ്മുടെ കാലിൻ്റെ താഴ്ത്തിരുന്നിട്ട് മുഴുവൻ വരച്ചോണ്ടിരിക്കുക. വരക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ണിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഒരു പേപ്പറിൽ പകർത്തിക്കൊണ്ടിരിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആംബർ ഉണ്ടാവണത് ദശലക്ഷങ്ങൾ പഴക്കമുള്ള ഫോസിലൈസ് ചെയ്ത മരത്തിൻ്റെ റെസിനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൂടുന്നതെന്ന് വെച്ചാൽ ചില ആംബറിൻ്റെ ഉള്ളിൽ ചില സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും ചില പ്രാണികളും ചില ജീവികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ കൂടുന്നത്. ഇതൊക്കെ കണ്ട് ഇൻട്രസ്റ്റഡ് ആവുന്ന സായിപ്പന്മാർ ഇവരുടെ ജ്വല്ലറിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ചെറിയ രീതിയിൽ മാത്രമേ ഇവരിത് ഷോക്കേസ് ചെയ്തിട്ടുള്ളൂ. ഇവരുടെ ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ബിൽഡിങ്സിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മുകളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആരെങ്കിലും പോളണ്ടും ഗഡൻസ്കൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സെൻറ്റ് മേരി സ്ട്രീറ്റ് മിസ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.